അവൾ കൃപാവരങ്ങൾ കൊണ്ട് ശക്തയാണ്. പരിശുദ്ധ അമ്മയുടെ ചൂടേറിയ സ്നേഹം അനുഭവിക്കാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റിക്കായി ജീവിച്ച കാറ്റലീന ഒരിക്കൽ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇന്ന് നീ കാണുന്നതെല്ലാം എല്ലാവരോടും പങ്കുവെക്കണം. ഇന്ന് അറിവിൻ്റെ ദിവസമാണ്. നീ ചെയ്തു പോയ എല്ലാ പാപങ്ങളെക്കുറിച്ചും ആഴമായി അനുദപിക്കണം. ഉടനെ കാറ്റലീന പറഞ്ഞു, ഞാനിന്നലെ കുമ്പസാരിച്ചല്ലോ. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇത്രയും കൃപ ഞാൻ നിനക്ക് തന്നിട്ടും നീ പ്രസാദപരത്തിൽ നിന്നും അകലെയാണ്. കാറ്റലീനയ്ക്ക് അത്ഭുതമായി. പരിശുദ്ധ അമ്മ വിശദീകരിച്ചു, ഇന്ന് റോഡിലൂടെ നീ നടന്നു വരുമ്പോൾ നിന്റെ സൈഡിലൂടെ ഒരു ബസ് പാസ് ചെയ്തു. നീ ഉടനെ ഡ്രൈവറോട് കയർത്ത് സംസാരിച്ചില്ലേ? കാറ്റലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരിയാണ്. പ്രിയപ്പെട്ടവരെ, നാം നിസ്സാരമാണെന്ന് കരുതുന്ന പലതും സ്വർഗത്തിനെതിരെ ചെയ്തു പോകുന്ന പാപങ്ങളാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നിസ്സാരമാണെന്ന് കാണുന്നത് പലതും ജീവിതത്തിൽ നിർണായകമായി തീരുകയാണ്. നല്ല അമ്മേ മാതാവേ, ദൈവിക ജ്ഞാനം കൊണ്ട് മക്കളെയായ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ഗാനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. കരയുന്നതാരുമി കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കരയുന്നതാരുമി കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ. കുരിശിന്റെ പൂഞ്ചിറ പേറി വന്നമ്മ സ്നേഹത്തോവാല നീട്ടി വെച്ചു വീഴാതെ തങ്ങീകുന്ന കൃപയുടെ വേലിക്കെട്ടാണു ശ്രീവായെന്നും നെറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയെ നിന്റെ മാതാവിനെ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ.
സ്നേഹിച്ചു നിന്നെ. മാതാപിതാക്കൾ ഏകുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിടുമ്പോൾ, മാതാപിതാക്കൾ ഏകുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിടുമ്പോൾ, പൈതലാമുണ്ണി കൈയിലേന്തി എൻ്റെ മാതാവിൻ അരികിൽ വന്നു. മറ്റാരുമറിയാത്ത നൊമ്പരത്തിൽ ആത്മാവൊഴുകിടുമ്പോൾ, മാതാവിൻ പൊന്നുണ്ണി കൈനീട്ടി എൻ്റെ കണ്ണീർ തുടച്ചു മാറ്റി. ഓ എൻ്റെ യേശു, നിന്നമ്മയെ ഞാൻ എന്തേൽ സ്നേഹിക്കുന്നു. സ്വർഗീയ യാത്രയിൽ കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അമ്മ ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സംശയം പ്രകടിപ്പിച്ചു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? പുരുഷനറിയാത്തൊരു സ്ത്രീ, ഭർത്താവില്ലാത്തൊരു സ്ത്രീ ഗർഭിണിയാവണമെങ്കിൽ ആ ഒരു സംശയം സാധാരണ നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംഭവം തന്നെയാണ് അമ്മയ്ക്കും തോന്നിയത്. അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, യേശു ദൈവപുത്രൻ നിന്നിൽ പറക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു വലിയ സന്ദേശം ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സംശയം തോന്നി ചോദിച്ചു. ഉടനെ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോഴും, അതുപോലെ തന്നെ നിൻ്റെ ഇളയമയ്ക്ക് ഇത് 6-ാം മാസം എന്നുള്ള ഒരു അനുഭവ സാക്ഷ്യത്തോടു കൂടി അമ്മയുടെ സംശയമെല്ലാം നീങ്ങി. കാരണം ദൈവവചനവും കർത്താവിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും, വിശുദ്ധഗ്രന്ഥം മുഴുവനും അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ അമ്മ അതിന് വിധേയപ്പെട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ അടിയാട്ടി. ഈ ഒരു സമർപ്പണത്തോടു കൂടെ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കണമെങ്കിൽ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാൻ അമ്മയുടെ മധ്യസ്ഥവും സഹായവും ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേക തെളിവാണ് പരിശുദ്ധ അമ്മ എലീശോയുടെ ഭവനത്തിൽ ചെന്ന് എലീശോയെ അഭിവാദനം ചെയ്ത നിമിഷങ്ങളിൽ, അവർ തമ്മിൽ പരസ്പരം സ്തുതി പറഞ്ഞ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് എലീശോ നിറയുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പ്രഘോഷിച്ചത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. ഉടനെ തന്നെ ഉദരത്തിൽ കിടന്ന ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. സ്നാപയോഹന്നാൻ, നമുക്കറിയാം സ്നാപയോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. സ്നാപയോഹന്നാനെക്കുറിച്ച്, ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നുവെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ പരിശുദ്ധാത്മ നിറവിലാണ്, ഈ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. വീണ്ടും അമ്മ പോകുന്നത് നമുക്ക് കാണാം. അപ്പസ്തോലന്മാരെല്ലാം ഈശോ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിരാശരായി അവരെല്ലാം നാല് വഴിക്ക് പോയി. കാരണം അവർ ഈശോ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. പീഡാസനത്തിന് ശേഷം ഉത്ഥാനമുണ്ടെന്നും നിങ്ങൾ കാത്തിരുന്ന ആത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരങ്ങ് മറന്നുപോയി.
ഏതായാലും പരിശുദ്ധ അമ്മയാണ് ഈ ചുറ്റുപാട് പോയിരുന്നവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാനും അവരെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കാനും അങ്ങനെ ആ ഏകമനസ്സോടെയുള്ളൊരു പ്രാർത്ഥന അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ അമ്മ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയും ശിഷ്യന്മാരും ഏക മനസ്സോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ബന്ധക്കോസ്താനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ഒരു ബന്ധക്കോസ്താനുഭവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. അന്ന് മുതൽ ശിഷ്യന്മാരെല്ലാം പുതിയ വ്യക്തികളായി മാറുക, രൂപാന്തരപ്പെട്ട വ്യക്തികളായി മാറുക, ധൈര്യശാലികളായി മാറുക. അവരെല്ലാം അവരുടെ കരങ്ങളിലൂടെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനിടയാകുക. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുവാൻ അമ്മയുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ കൂട്ടായ്മയിലും ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈ ഒരു ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അമ്മ അത് സാധിച്ചു കൊടുക്കും. അവർക്കെല്ലാം അത് ലഭിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുക, ദൈവവിളി സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വളരെ ശക്തമാണ്. ഈ ഒരു ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് സാധ്യമാകും. ഞാനൊരിക്കലും ഓർക്കുന്ന ഒരു സംഭവം ഇതാണ്. ഒരിക്കലൊരു കുടുംബം എൻ്റെ അടുത്ത് ഇങ്ങനെ കാണാനായിട്ട് വന്നു. അവരുടെ വിഷമം പറയാനായിട്ട് വന്നതാണ്. അങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നി, നിങ്ങൾ പറയാൻ വന്ന കാര്യം നിങ്ങൾ വിവാഹത്തെക്കുറിച്ചാണോ നിങ്ങൾ വിഷമം ചിന്തിക്കുന്നത്? അവർ പറഞ്ഞു ഉടനെ അതെ, വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ വിഷമിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഈ വിവാഹ കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ടത്? ഞാനാണ് ഈ മക്കളുടെ കാര്യമൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്. കാരണം എനിക്ക് 5 പെങ്ങന്മാരും 3 പെൺമക്കളൊക്കെയാണ് ഉള്ളത്. അവിടെ തീർച്ചയായിട്ടും മക്കളുടെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഞെട്ടലാണ്. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് ആൺപിള്ളേരേ ഉള്ളൂ, അവർക്ക് ജോലിയുണ്ട്, നിങ്ങൾക്കും ജോലിയുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിഷമം നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. അവരുടെ മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമായി. അവർ തമ്മിൽ വിവാഹം കഴിക്കാനൊക്കെ ആലോചിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ഒരു അക്രൈസ്തവ കുട്ടിയായിരുന്നു. അവൾ മാമോദീസ സ്വീകരിച്ച് കൺവെർട്ട് ചെയ്ത് വിവാഹത്തിനായിട്ട് ഒരുങ്ങി. ഞാൻ പറഞ്ഞു, ഇനി എന്നാ പ്രശ്നം ഇരിക്കുന്നത്? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണല്ലോ. നമ്മുടെ പിള്ളേർ ഇങ്ങനെ എന്തെങ്കിലും വിവേകമില്ലാത്ത കാര്യങ്ങൾ കാട്ടിക്കൂട്ടും, എന്നിട്ട് പിന്നെ വിവാഹ സമയമാകും, പിന്നെ അതിന് വേണ്ടിയുള്ള ഏതായാലും കൺവെർട്ട് ചെയ്ത് ഒരുമിച്ചായെങ്കിൽ പിന്നെ കല്യാണത്തിനൊന്നും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും പിന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ അതല്ല വിഷമം, പിന്നെന്താ? അപ്പോൾ അവർ പറയുകയാണ്, ആ പെൺകുട്ടി ഇപ്പോൾ ഇവർ ഈ പയ്യൻ്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്. ഈ അമ്മയ്ക്കും ഈ മകനും ഒക്കെ ആ കുട്ടി കാണാനൊക്കെ നല്ല കുട്ടിയായതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്, പഠിപ്പുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺവെർട്ട് ചെയ്യുകയും ചെയ്തല്ലോ, പിന്നെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വീകരിക്കാനായിട്ട് വരിക. പക്ഷേ അവരുടെ പെൺകുട്ടി അവരുടെ ഇപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്, വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഒരു കാരണവശാലും ഈ വ്യക്തി നിൻ്റെ കഴുത്തിൽ എന്ന് താലി വെക്കുന്നുവോ അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യും. അപ്പനും 2 സഹോദരങ്ങളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നവർ തീരുമാനം അറിയിച്ചു. അതോടുകൂടി അവരാകെ വിഷമത്തിലായി. ഇതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു കാര്യം ഇതാണ്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു, അമ്മയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം ആ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞത് ഇങ്ങനെ 100 101 കൊന്ത വരെ ചെല്ലിയെന്നാണ് പറഞ്ഞത്. ഏതായാലും 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ മോളെ. അപ്പോൾ അവൾ പറഞ്ഞു, എന്നോട് ഇന്നലെ ഈശോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ ചേട്ടായി അല്ല കല്യാണം കഴിക്കേണ്ടത്, എനിക്ക് വേണ്ടി ഒരു പയ്യനെ ഈശോ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടായിയുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ തീരുമാനമെടുത്തു മമ്മി, അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് തീരുമാനം അറിയിച്ചു. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന ഇതുപോലത്തെയുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നേരത്തും അങ്ങനെയുള്ള സംശയങ്ങൾ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഇടപെടുന്നത്, അവരുടെ ആ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് അമ്മ എങ്ങനെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനായിട്ട്, അതുപോലെ തന്നെ ജീവിത വിളി തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അതിശക്തമാണ്. ഒരു ഞാൻ ഓർക്കുന്ന സംഭവം ഇതാണ്. ചരിത്രം വായിച്ച് വരുമ്പോൾ ചാവറയച്ഛൻ്റെ ചെറുപ്പം 6 മാസം കുഞ്ഞ് ആയിരിക്കുമ്പോൾ അമ്മ കൊണ്ടുവന്ന് വെച്ചൂർ പള്ളിയിൽ വെച്ച് ചാവറയച്ഛനെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അടിമ വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് ആ വൈദികൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മേ ഇനി മുതൽ ഈ കുട്ടി നിങ്ങളുടെ അല്ല കേട്ടോ, ഇത് അമ്മയുടേതാണ്. അതുകൊണ്ട് എല്ലാ വർഷങ്ങളിലും ഈ അടിമ പുതുക്കുകയും പ്രാർത്ഥിക്കുകയും വേണം, അമ്മയ്ക്ക് സമർപ്പിക്കുകയും വേണം. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം ചാവറയച്ഛൻ്റെ പിന്നീടുള്ള വളർച്ചയും അച്ഛൻ്റെ ജീവിതാവസ്ഥകളും, പിന്നെ അതൊരു കുട്ടി വലുതായി ഒരു പുരോഹിതനായി തീർന്നു. അതിനുശേഷം സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് കേരള കത്തോലിക്കാ സഭയിലൊക്കെ ഇന്ന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയ ഒരു വലിയ വ്യക്തിയായിട്ട് മാറുക. ഇന്ന് അൾത്താരയിൽ വണങ്ങുന്ന അവസ്ഥയിലേക്കും കൂടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഒരു വിശുദ്ധൻ്റെ വളർച്ചയ്ക്ക്, ഒരു വിളിയുടെ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധയോടുകൂടി അമ്മയെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ
ഈ ജോസഫ് മാർത്തോ എന്ന് പറഞ്ഞ ഒരു 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 പയ്യൻ കുട്ടി ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു വൈദികനാകാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ അന്ന് വൈദികനാകുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് അത് പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരോടും ചോദിച്ചു, പക്ഷേ ആരും അതിനുള്ളൊരു ഉത്തരവൊന്നും പറഞ്ഞില്ല. ഏതായാലും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു വൈദികനാകണം, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു. അമ്മ കുറേ നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രൂപതയിലെ ഈ വിവരം അറിയിക്കുകയും അങ്ങനെ രൂപതയിൽ മെത്രാൻ്റെ അടുത്ത് ഈ വിവരം അറിയിച്ചിരുന്നു ഈ പയ്യൻ. അപ്പോൾ സാമ്പത്തികമായിട്ടില്ലാത്തത് കൊണ്ട് ആരും അത് പരിഗണിച്ചില്ല. ഏതായാലും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെ നാളുകൾ കഴിഞ്ഞ് പോയപ്പോൾ മെത്രാനച്ചൻ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടിയെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുക. അങ്ങനെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. വൈദിക വിദ്യാർത്ഥി പഠിച്ചു വരുന്ന വൈദികനായി തീർന്നു, അതുപോലെ തന്നെ മെത്രാനായി തീർന്നു. ആ വ്യക്തിയാണ് 10-ാം പീസ് മാർപ്പാപ്പ, വിശുദ്ധനായി മാറി ഇന്ന് അൾത്താരയിൽ വണങ്ങുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ വിളി തിരിച്ചറിയാനും അത് വളരാനും അത് വിശുദ്ധിയിൽ എത്തിച്ചേരാൻ തക്ക വിധത്തിൽ അമ്മ സഹായിക്കുമെങ്കിൽ എന്തുമാത്രം അനുഗ്രഹമാണ് അമ്മയിലൂടെ നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ. ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി. അതിനുശേഷം കുഞ്ഞായിരിക്കുന്ന മാർപ്പാപ്പയുടെ കുഞ്ഞായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ പറഞ്ഞ ആ സംഭവം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മയെ ഞാൻ മുഴുവനും അമ്മയുടേതാണെന്നുള്ള സമർപ്പണം നടത്തി. അതിനുശേഷം അമ്മ ഈ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിയെ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയും അവിടുന്ന് പുരോഹിതനായിട്ട് വളർന്ന് അതുപോലെ തന്നെ ബിഷപ്പായി, അതുപോലെ തന്നെ സഭയുടെ അമരക്കാരനായി മാറി. ഇന്ന് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ വിശുദ്ധിയുടെ പദവിയിലേക്ക് ചവിട്ടിക്കയറി. നമുക്കറിയാം പരിശുദ്ധ അമ്മ എന്തുമാത്രമാണ് സഹായിക്കുന്നത്. മാത്രമല്ല വിശുദ്ധരുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മ സഹായിക്കുന്നതിന് വലിയൊരു തെളിവാണ് 1981 ഒരു ജൂലൈ മാസത്തിലാണ് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ ഈ വെടിയേറ്റ സംഭവമുണ്ട്. ആ വെടിയേറ്റ സംഭവത്തിൽ ഇതുപോലെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ്, വത്തിക്കാൻ സ്ക്വയറിൽ വെച്ചിട്ടാണ് ഈ വെടിയേക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് ആരുടെയോ ഒരു ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രത്തിൽ ഇങ്ങനെയാണ് കാണുക, മാതാവ് കയ്യിൽ താങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. മാതാവ് കയ്യിൽ താങ്ങിയാണ് വെടിയേറ്റ് വീണ മാർപ്പാപ്പയെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കുണ്ട്. അത് എല്ലാ വ്യക്തികൾക്കും, കൊച്ചുങ്ങൾക്കും അതെ, വലിയവർക്കും അതെ, എല്ലാ തരത്തിലുള്ളവർക്കും, നാനാജാതി മതസ്ഥർക്കും അത് അനുഭവമാണ്. എത്രയോ വ്യക്തികളാണ് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ, ഈ ശാലോം ശുശ്രൂഷയിലൂടെയൊക്കെ, ഈ TV ശുശ്രൂഷയിലൂടെയൊക്കെ യേശുവിനെ അറിയുകയും അമ്മയെ അറിയുകയും പ്രാർത്ഥനയിൽ പങ്കാളികളാകുകയൊക്കെ ചെയ്യുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബം ഇതുപോലെ ഒരിക്കൽ വികാരിച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു, മത്തായി കുഞ്ഞേ, നമുക്കൊരു വീട്ടിലൊന്ന് പോകണം. അപ്പോൾ വളരെ നല്ലൊരു കുടുംബമാണ്, ഭർത്താവിന് നല്ല ജോലിയുണ്ട്, നല്ലൊരു ഹൗസ് വൈഫായിരുന്നൊരു സ്ത്രീയാണ്. അവർ എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം ക്രമമായിട്ടും ചിട്ടയായിട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു അക്രൈസ്തവ കുടുംബം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവർ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെട്ടു പോകുന്നതെന്നൊക്കെ ഹസ്ബൻഡിന് അറിയാം. പക്ഷേ എങ്കിൽ പോലും കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടും ഒത്തിരി സ്നേഹാനുഭവത്തിലൂടെയൊക്കെ പോകുന്നതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ഒന്നും എതിർക്കാനൊന്നും ഭർത്താവ് പോയില്ല. ഏതായാലും ഒരു വേള എത്രയോ പെട്ടെന്ന് ഈ സ്ത്രീക്ക് വലിയൊരു മാറ്റം സംഭവിക്കുക, എന്തോ ഒരു മാറ്റം സംഭവിച്ചു. അങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുകയും അപ്പോൾ അതുകൊണ്ടൊന്നും ഫലമുണ്ടാകാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഞങ്ങളുടെ വികാരിച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഒന്ന് ഈ കാര്യത്തിലൊന്ന് ഇടപെടുമോ, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊക്കെ ആയിരുന്നു, ഇപ്പോൾ പ്രാർത്ഥനയില്ല, മൂഡൗട്ടായിട്ടിരിക്കുന്നു, ആകെ അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്, അതുകൊണ്ട് അച്ഛനൊന്ന് വരണം. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ TV ചാനലിലൊക്കെ കണ്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, 6 ജപമാല വരെ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തിയായി ഈ സ്ത്രീ. ഏതായാലും ഏതൊക്കെയോ ഒരു ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചാനലിനകത്ത് വന്ന ഒരു 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 സംഭവം കണ്ടപ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞ നമ്പർ കണ്ടപ്പോൾ ഈ സ്ത്രീ ആ നമ്പറിൽ വിളിച്ച് ചില സംശയങ്ങൾ ചോദിച്ചു. കാരണം കത്തോലിക്ക സഭയിലല്ലാതിരുന്നുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതിന്. അപ്പോൾ ഏതായാലും വിളിച്ച് ചോദിച്ചപ്പോൾ ഉടനെ അവരോട് ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതികൾ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതികളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് നിങ്ങളെ ഈ അബദ്ധത്തിൽ എത്തിച്ചിരിക്കുന്നത്, ഒരു കാരണവശാലും മാതാവിനോട് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മാതാവിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടും ആ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഷൗട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ സ്ത്രീക്ക് ആകെ വിഷമായി. ഇതാണ് ഇവരുടെ മാനസിക വിഷമത്തിൻ്റെ കാരണം. അപ്പോൾ ഇതൊരു പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഒരു കാരണവശാലും
മാതാവിനെക്കുറിച്ച് മോശമായിട്ട് പഠിപ്പിക്കുന്ന ആ പഠനങ്ങൾ നമ്മൾ ശ്രവിക്കരുത്. കാരണം അത് തിന്മയിൽ നിന്ന് വരുന്ന. മാതാവിനെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ അറിയാനായിട്ട് കഴിയുള്ളൂ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ലൂക്കാസ് വിശേഷം 1:41-43 തിരുവചനങ്ങളിലാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് ഏലീശുവ പ്രഘോഷിച്ചത്. ഏലീശായ്ക്ക് ഒരു കാരണവശാലും മാതാവിൻ്റെ ഉദരത്തിലൊരു ശിശു ഗർഭിണിയാണ്, ഈ ഉദരത്തിലൊരു ശിശു ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗർഭധാരണം നടന്നോ എന്ന് പോലും അറിയില്ല. കാരണം വിവാഹം നടക്കാതെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധാത്മ. അതുകൊണ്ട് ഒരു കാരണവശാലും ഉദരത്തിലൊരു ശിശു ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ളൊരു ഭാഗ്യമേ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് മാതാവിനെക്കുറിച്ച് പറയുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് മാതാവിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് മാതാവിനെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാമേ, ഏലീശ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് പ്രഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എവിടുന്നു. അമ്മയുടെ സാന്നിധ്യം എല്ലാവരും പരിശുദ്ധാത്മാവോട് നിറയുന്നതാണല്ലോ. ഈ നിമിഷങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈ ലോകം മുഴുവനും എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് നിറയുവാനും യേശുവിനെ അറിയുവാനും യേശുവിനെ പ്രഘോഷിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകളെല്ലാം പരിഹരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനും നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തിരുസന്നിധിയിൽ തിരുപുത്രനോട് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മറിയം നമ്മുടെ അമ്മയായിരിക്കുമ്പോൾ നാം എന്തിന് ഉത്കണ്ഠപ്പെടണം? അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറേഴ്സിന് തൊട്ടടുത്തുള്ള ഒരു പട്ടണമാണ് സെയിൻറ്റ് നിക്കോളാസ്. എഴുത്തും വായനയും അറിയാത്ത ക്ലാഡിസ് ദെ മോത്തെ എന്ന പേരുള്ള ഒരു സ്ത്രീ അവിടെ ജീവിച്ചിരുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷനായി പറഞ്ഞു, ഭയപ്പെടേണ്ട, എൻ്റെ അടുക്കൽ വരിക മാത്രം ചെയ്യുക. 1983 ഒക്ടോബർ മാസം 25-ാം തീയതി പരിശുദ്ധി അമ്മ അവൾക്ക് വീണ്ടും പ്രത്യക്ഷയായി ഒരു വെളുത്ത ജപമാല സമ്മാനിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനമാണ്. നീ ഇത് കാത്തു സൂക്ഷിച്ചു വെക്കണം. എൻ്റെ പുത്രൻ ഈശോ നിന്റെ സമീപത്തുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. ഞാനിതാ നിന്റെ ചാരയായിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഏറെ പുറകോട്ട് പോയിരുന്ന അർജന്റീൻ ജനതയ്ക്ക് ഇതൊരു ഉണർത്തുപാട്ടായി. വിശുദ്ധ കുർബാനയോടും ജപമാല ഭക്തിയോടും കൂദാശ ജീവിതത്തോടും വളരെ അകലം പാലിച്ചിരുന്ന അർജന്റീൻ ജനത ഈ ഒരു വെളിപ്പെടുത്തലും മറിയത്തിൻ്റെ ഇടപെടലും കാരണം ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായി. വിശ്വാസത്തിൻ്റെ ഒരു ആളിക്കത്തൽ അർജന്റീനയിൽ സംഭവിച്ചു. വിശ്വാസത്തിൻ്റെ പാത തെളിക്കുകയാണ് പരിശുദ്ധയമ്മ. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പാത തെളിക്കാൻ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ
സ്വർഗീയ പർദീസായ പരിശുദ്ധ കന്യകാമറിയമേ, പുത്രനായ ഈശോയ്ക്ക് ജന്മം നൽകുകയും പർദീസായിൽ ഞങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും തലമുറകളുടെ അനുഗ്രഹമായി മാറാൻ രൂപാന്തരപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ജപമാല മണികൾ ഞങ്ങളുടെ കരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കണമേ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു എൻ്റെ മിഴികൾ നിറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയമേ, അമ്മയുടെ മുഖം എൻ്റെ ഹൃദയത്തിൽ മഴവില്ല് പോലെ തെളിഞ്ഞു വരും. എൻ്റെ മിഴികൾ തുടക്കുകയും എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹമായി എൻ്റെ സമൂഹത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് പകർന്നു നൽകണമേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. സ്നേഹത്തോടെ നമ്മെ നോക്കി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ആനന്ദമായിരിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ആനന്ദമായിരിക്കണമേ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ആനന്ദമായിരിക്കണമേ.